മക്കയിൽ ആടിനെ മേച്ച് ജീവിച്ച ഒരാളാണ് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഉഖബയുടെ ആട്ടിടയൻ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. വളരെ ദാരിദ്ര്യമുള്ള, പട്ടിണി ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലമായിരുന്നു അദ്ദേഹത്തിന്. ഇസ്ലാം മക്കയിൽ പ്രബോധനം ആരംഭിച്ചപ്പോൾ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അദ്ദേഹത്തിന് ഭാഗ്യം സിദ്ധിച്ചു. ഇസ്ലാമിലേക്കെത്തിയ 6ാമത്തെ വ്യക്തിത്വമാണ് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം കഅബയുടെ ചാരത്ത് വെച്ച് ഖുർആൻ ഉറക്കെ പാരായണം ചെയ്തു. അർ-റഹ്മാൻ എന്ന് പറയുന്ന അധ്യായമാണ് അദ്ദേഹം മനോഹരമായി പാരായണം ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ ധാരാളം മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. ഖുർആൻ അവതരിച്ച ശൈലിയിൽ ഖുർആൻ ഓതാൻ കഴിയുന്ന വ്യക്തിത്വമായിരുന്നു അബ്ദുല്ലാഹിബിൻ മസ്ഊദ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ സാക്ഷ്യപ്പെടുത്തിയതാണ്. റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരാൾ ഒരു ഭാഗത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതാരാണ് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ചോദിച്ചു. ഇല്ല നബിയെ എന്ന് ഞങ്ങൾ മറുപടി പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അബ്ദുല്ലാഹിബിൻ മസ്ഊദാണ്. അദ്ദേഹത്തിൻ്റെ ഖുർആൻ പാരായണം ഖുർആൻ അവതരിച്ച അതേ ശൈലിയിലുള്ളതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്, അംഗീകരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗീകാരം ഖിറാഅത്തിൽ ലഭിച്ച വ്യക്തിത്വമാണ് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ദീർഘകാലം നബിയുടെ കൂടെ ഖാദിമായി സേവനമനുഷ്ഠിച്ച ആളാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ അടക്കവും അനക്കവും വളരെ വ്യക്തമായി ഒപ്പിയെടുത്ത വ്യക്തിത്വമാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നടന്നപ്പോൾ ഖുർആൻ ഇറങ്ങിയ എല്ലാ പശ്ചാത്തലങ്ങളും അദ്ദേഹത്തിന് മനസ്സിലാകും. അതുകൊണ്ട് ഖുർആനിൽ അഗാധ ജ്ഞാനമുള്ള ഒരു പണ്ഡിതൻ കൂടിയായിരുന്നു അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അവിടുത്തെ ഹദീസുകൾ ഉദ്ധരിക്കുമ്പോൾ വിറച്ചുകൊണ്ടാണ് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റസൂലുള്ളാഹിൻ്റെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്തെങ്കിലും സ്ഖലിതങ്ങൾ വരുമോ, വീഴ്ചകൾ പറ്റുമോ, അബദ്ധങ്ങൾ പറയുമോ എന്ന് കരുതി വളരെ വിറച്ച് പരിഭ്രാന്തിയോടുകൂടിയാണ് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ നബിയുടെ കൂടെ സന്തത സഹചാരിയായി ഹദീസുകളുടെയും ഖുർആനിൻ്റെയും പശ്ചാത്തലങ്ങളും ഉള്ളടക്കങ്ങളും വളരെ കൃത്യമായി മനസ്സിലാക്കി അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ വലിയ സേവനം അനുഷ്ഠിച്ച വ്യക്തിത്വമാണ് മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു.